ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സ്ത്രീകളും പുരുഷന്മാരായാൽ തന്നെയും നമ്മളുടെ മുഖവും ശരീരഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അതിനുള്ള സൗകര്യവുമുണ്ട്. പാർലറിൽ പോവാം, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള പ്രൊഡക്ട്സ് വായിച്ച് നോക്കി അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണല്ലേ. എല്ലാവർക്കും എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. സംടൈംസ് സമയക്കുറവ്, സംടൈംസ് സാമ്പത്തിക ബുദ്ധിമുട്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. എല്ലാ പ്രൊഡക്ട്സും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാമല്ലേ. നമ്മുടെ സമയവും പോകത്തില്ല, അതുപോലെ തന്നെ ഒരുപാട് പൈസയും പോകത്തില്ല. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് തന്നെ ഒരു പെഡിക്യൂർ ചെയ്യുന്നത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. പെഡിക്യൂർ ആണിനും പെണ്ണിനും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക എന്ന് പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് സമയം അനുസരിച്ച് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് എവറി 3 വീക്സ് എങ്കിലും നമ്മളുടെ കാലിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അതുപോലെ തന്നെ രാത്രി കുളിച്ചതിന് ശേഷം എന്തെങ്കിലും ക്രീമോ എണ്ണയോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാലിലൊന്ന് മസാജ് ചെയ്ത് കിടന്നുറങ്ങുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതൊരു സിമ്പിൾ സ്റ്റെപ്പാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് അത് ചെയ്തു പോകാനും വളരെ എളുപ്പമാണ് കേട്ടോ, വീട്ടിൽ തന്നെ നിങ്ങളുടെ ഓൺ ടൈമിൽ. അപ്പോൾ ആദ്യം 1-2 ഐറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരും നിർബന്ധമായിട്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു ക്യൂട്ടിക്കൽ പുഷറാണ് കേട്ടോ. ഈ ഒരു ഭാഗം ഒരു സ്പൂണ് പോലെ ഇരിക്കും, ഇതിൻ്റെ അറ്റം ഇതുപോലെ ഇരിക്കും. കാര്യം ഇത് നഖത്തിൻ്റെ ഇടയിലുള്ള വേസ്റ്റേജ് എല്ലാം എടുത്ത് കളയാനും ഇത് ക്യൂട്ടിക്കൽ പുഷ് ചെയ്യാനും ഡെഡ് സെൽസ് നമ്മുടെ നഖത്തിലുണ്ടാകും. അപ്പോൾ ഇത് ഒന്ന് ചുരുണ്ടി മാറ്റാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് കേട്ടോ, ക്യൂട്ടിക്കൽ പുഷർ. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഇതുപോലത്തെ ഒരു ബ്രഷാണ് കേട്ടോ. ഇത് നഖത്തിൻ്റെ ഇടയും നഖമൊക്കെ ബ്രഷ് ചെയ്യാനും ഇത് കാലിൻ്റെ ഉൾവശം നന്നായിട്ട് തേച്ച് കഴുകാനും ഉപയോഗിക്കുന്ന ഒരു കല്ലാണ് പ്യൂമസ് സ്റ്റോൺ എന്ന് പറയും. വേറെ അത്യാവശ്യം ഒരു കാര്യങ്ങൾ തന്നെയും വേണ്ട. പക്ഷേ നിങ്ങളുടെ കൈവശം എന്തായാലും സോഡാപ്പൊടി കാണും, അതുപോലെ തന്നെ വിനിഗറും കാണും. ഈ 2 പ്രൊഡക്ട്സ് മാത്രം മതി. വേറെ സ്ക്രബ് ഒന്നുമില്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും പയർപൊടി ഉണ്ടാവും അല്ലേ. കുറച്ച് പയർപൊടി മാത്രമായാലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇത് ചെയ്യാം കേട്ടോ. ക്രീമുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് മസാജിന് നല്ല സിൽക്കി സ്മൂത്തായിട്ടുള്ള ചർമ്മവും നമുക്കുണ്ടാവുന്നതാണ്. കാലിലെ നെയിൽ പോളിഷ് എല്ലാം എടുത്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നഖം വെട്ടി ഫയൽ ചെയ്ത് എടുക്കുക. എല്ലാവരുടെ വീട്ടിലും സോഡാപ്പൊടി കാണുമല്ലേ, അതുപോലെ തന്നെ വിനിഗർ. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വിനിഗർ ചേർത്ത് കൊടുക്കുക. ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്. കൈ വെച്ച് തന്നെ ഒന്ന് തിരുമുക കേട്ടോ. നമ്മുടെ കാലിലെ എല്ലാ വിരലിലും ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. 2 കാലിലും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് 5 മിനിറ്റ് വെച്ചേക്കുക. ഡെഡ് സെൽസ് എല്ലാം പോകാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്യൂട്ടിക്കിൾസ് എല്ലാം പോകാൻ ഇത് സഹായിക്കും. ഒന്ന് പുഷ് ബാക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ നെയിൽ ബെഡ് വരെ എല്ലാ ടോ നെയിൽസിലും ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് റൈപ്പ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം അങ്ങ് പോകും. അതുപോലെ തന്നെ നഖത്തിൻ്റെ അകത്തഴുക്കുണ്ടെങ്കിൽ അതും എടുത്ത് മാറ്റുക. ഇനി നമ്മുടെ ബാക്കി വരുന്ന വിനിഗർ ആൻഡ് സോഡാപ്പൊടി നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്തും എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്യുക. നല്ലൊരു സ്ക്രബ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ സ്ക്രബ് എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് ഉണങ്ങി കേട്ടോ. പെട്ടെന്ന് ഇത് ഉണങ്ങും. ആ വിനാഗർ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആകും. നഖത്തിൻ്റെ ഏരിയ, വിരലിൻ്റെ ഇട
പിന്നെ ഉപ്പൂറ്റി ഭാഗങ്ങളെല്ലാം ഇത് വെച്ച് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക. നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് കഴുകിക്കളയുക. ഇത് ഒരു ഫേസ് സ്ക്രബാണ്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കാലിന് യൂസ് ചെയ്യാൻ കാര്യം ഇത് നല്ല തരികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 2p വലിപ്പത്തിലെടുത്ത് നമ്മുടെ കഴുകിയതിന് ശേഷം, ഉരച്ച് കഴുകിയതിന് ശേഷം കാലിൻ്റെ മുട്ടുവരെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ എല്ലാ ഡെഡ് സ്കിൻസും പോവും. അതിനുശേഷം നിങ്ങൾ വാക്സ് ചെയ്യുകയാണെങ്കിൽ വാക്സ് ചെയ്യാം, അതല്ലെങ്കിൽ ത്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ കാലിൻ്റെ രോമങ്ങൾ ഷേവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഞാൻ വരാം കേട്ടോ. അതുപോലെ തന്നെ കാല് ഒരു സ്ക്രബും കൂടി ഇട്ട് തേച്ച് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഒരു മോയ്സ്ചറൈസിങ് ക്രീം കേട്ടോ, നിങ്ങളുടെ കൈവശമുള്ള ഏത് മോയ്സ്ചറൈസിങ് ക്രീമും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് കാലിൽ തേച്ച് എല്ലായിടത്തും പിടിപ്പിക്കുക. കാലിൻ്റെ മുട്ട് വരെ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു ദിവസം വേറായിട്ട് ഇട്ടേക്കാം. നമ്മുടെ നഖവും കാലും ഒക്കെ നല്ലതുപോലെ ബ്രീത്ത് ചെയ്യട്ടെ. അതിനുശേഷം വേണമെങ്കിൽ നെയിൽ പോളിഷ് ഇടാവുന്നതാണ്.